എനിക്ക് ഒന്നാമത് പീരീഡ്സ് ആണ്. എനിക്ക് സമയത്തിന് ആഹാരം വേണം. ഒന്ന് ഒരുത്തി തലകറങ്ങി കിടക്കുകയാണ്. നിങ്ങൾക്ക് പിന്നെ ഇപ്പൊ ക്ലാസ് തുടങ്ങാൻ വേണ്ടി പോവാണ്. അനുമോളെ ഇത് തെറ്റല്ലേ? അതായത് അനുമോൾ നിരന്തരം പറയുകയാണ് എനിക്ക് പീരീഡ്സ് ആണെന്ന്. അത് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ അനുമോളെ? പൊന്നുമക്കളെ, ഞാൻ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന 3 കാര്യം. ഒന്ന്, റന ഫാത്തിമയുടെ ഒരു വോയിസ് ക്ലിപ്പ് വലിയ രീതിയിൽ വിവാദമായിരിക്കുന്നു. അതായത് അനുമോളുടെ PR-ന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണോ റന ഫാത്തിമ അങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വിട്ടത് എന്നാണ് കുറേ പേര് പറയുന്നത്. എന്താണ് ആ ഒരു വോയിസ് ക്ലിപ്പ്? അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം നെവിൻ. അതായത് വീണ്ടും വലിയ ഒരു വിഷമായി മാറിയിരിക്കുന്നു നെവിൻ. എന്താണ് നെവിൻ ചെയ്ത പുതിയ തെമ്മാടിത്തരം? അതാണ് നമ്മളുടെ രണ്ടാമത്തെ ചർച്ചാ വിഷയം. മൂന്നാമത് നമ്മൾ ചർച്ച ചെയ്യുന്നത് അനീഷിനെ നൈസായിട്ട് അനുമോൾ ചതിക്കുകയാണ്. എന്താണ് വിഷയമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. നാലാമത് നമ്മുടെ ഷാനവാസ് തിരിച്ചു കയറിയോ? എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് ഏറ്റവും അവസാനം നമുക്ക് കിട്ടുന്ന വിവരം? അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ. ആദ്യം നമുക്ക് ഈ പറയുന്ന അനുമോള് അനീഷിനെ കെണിയിൽപ്പെടുത്തിയ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണണം. ഓക്കെ. താഴെ കിടന്നിട്ട് കാല് മരയിച്ചു പോവും. ഈ സോഫയിലെങ്കിലും കയറി കിടക്ക്. തണുത്ത് മരയിച്ചു പോവും. അതുകൊണ്ടാ പറയണത്. എന്തിനാ ഇങ്ങനെ വാശി കാണിക്കണത്? അനുമോൾ, ഇതും കൂടെ ഇട്ടോ. എന്നാ കാലും കൂടി കവർ ചെയ്തോ. സത്യം പറഞ്ഞാൽ അനുമോളുടെ കെണിയിൽ അനീഷ് വീണു എന്ന് ഞാൻ പറയുകയാണ്. മോനെ അനീഷ്, ഞാനൊരു കാര്യം പറയുകയാണ്. ഇനി 10 ദിവസമാണ് ബിഗ് ബോസ്. നിങ്ങൾ 1-ാം ദിവസം മുതൽ 88 ദിവസം വരെ മികച്ച രീതിയിൽ നിങ്ങൾ ഗെയിം കളിച്ചു. ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ സേഫ് ഗെയിം കളിക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ ഗെയിമാണത്. അതായത് നിരന്തരം ക്യാമറ നോക്കി അനുമോൾ പറയുകയാണ് പീരീഡ്സ് ആണ്. ഞാനൊരു കാര്യം പറയുകയാണ്. നമ്മളെല്ലാവരും അനുമോൾക്ക് ഒരു പ്രാവശ്യം സപ്പോർട്ട് കൊടുത്തു. കാരണം വയ്യാത്ത പെൺകുട്ടിയാണ്, പീരീഡ് സമയത്ത് കിടക്കുന്ന സമയത്ത് നെവിൻ വെള്ളം ഒഴിച്ചത് തെറ്റെന്ന് ഞാനും പറഞ്ഞു, നിങ്ങളും പറഞ്ഞു, കേരളം മൊത്തത്തിൽ പറഞ്ഞു, അഖിൽ മാലാർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. അങ്ങനെ അനുമോൾക്ക് കുറേ സപ്പോർട്ട് കിട്ടി. അതിനുശേഷം നിരന്തരം അനുമോൾ ക്യാമറ നോക്കി പറയുകയാണ് പീരീഡ്സ് ആണ്, എനിക്ക് വയ്യ. ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഇന്നലെ ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയൊരു കാരണം ഈ പറയുന്ന അനുമോളാണ്. കാരണം എന്താണ്? അനുമോൾ അവിടെ വെസൽ ക്ലീൻ ചെയ്തിട്ടില്ല. അനുമോൾ വെസൽ ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ വലിയ വിവാദമായതും ഷാനവാസ് അനുമോൾക്ക് വേണ്ടി സംസാരിച്ചതും. അപ്പോൾ എല്ലാ പ്രശ്നവും അവിടെ ഉണ്ടാക്കിയത് ഈ പറയുന്ന അനുമോളാണ്. അങ്ങനെ ഇരിക്കെ അനുമോൾ ഞാൻ ബെഡിൽ കിടക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ പുറത്ത് കിടക്കാമെന്ന് പറയുമ്പോൾ അനീഷ് വേണ്ട അനുമോൾ, അത് അനീഷിൻ്റെ ഒരു നല്ല മനസ്സാണ്. ഓക്കെ ഫൈൻ, ഞാൻ അതിന് സമ്മതിക്കുന്നു. നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് അനീഷ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ അനുമോൾ അത് ഗെയിം കളിക്കുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. പൊന്നുമക്കളെ, ഏറ്റവും കൂടുതൽ വിവാദമായ നമ്മുടെ റന ഫാത്തിമയുടെ വോയിസ് ക്ലിപ്പാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഓക്കെ. അതുപോലെ വേറൊരു കാര്യം കൂടി പറയാം. അനുമോക്ക് അതായത് എന്നോട് നെവിനെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോൾ അവിടെ കുറേ നേരം പണിയെടുക്കാതെ കിടന്ന് അതുകൊണ്ടാണ് നെവിൻ വന്നിട്ട് വെള്ളം ഒഴിച്ചതെന്ന്. ഗൈസ്, എന്തൊക്കെ ആയാലും അത് നമുക്ക് എനിക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അനുമോക്ക് അവിടെ പീരീഡ്സ് ആയിട്ടാണ് അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ അതിനെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു ഗേളിന് മനസ്സിലാവുമല്ലോ പീരീഡ്സ് വന്നാൽ എത്രത്തോളം കഷ്ടപ്പാടാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയും കൂടി ചെയ്യുമ്പം ഒരു കാര്യം ഞാൻ പറയുകയാണ്. അതായത് നെവിൻ ഒരു പ്രാവശ്യം ചെയ്തത് തെറ്റാണ്. അതായത് അനുമോളെ പീരീഡ് സമയത്ത് അനുമോൾ എന്നല്ല എല്ലാ ഗേൾസിനും നമ്മൾ റെസ്റ്റ് കൊടുക്കണം. പക്ഷെ അനുമോൾ അതിനൊരു കോണ്ടന്റ് ചെയ്യുന്നത് തെറ്റല്ലേ? നിരന്തരം പീരീഡ്സ് എന്നൊക്കെ പറയുന്നത് തെറ്റല്ലേ? റന ഫാത്തിമ ഇങ്ങനൊരു വോയിസ് ക്ലിപ്പ് പുറത്തു വിട്ടാൽ എന്താണ് പ്രശ്നമെന്ന് കുറേ പേര് പറയും. ഒരു കാര്യം പറയുകയാണ്, 10-60 ദിവസം നിന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഈ റന ഫാത്തിമ. അപ്പോൾ റന ഫാത്തിമ ഇങ്ങനെ പറയുമ്പോൾ വോട്ട് പോകുന്നത് അനുമോൾക്കാണ്. കുറേ ഗേൾസ് വിചാരിക്കുന്നത് എന്താണ്? അവിടെ പീരീഡ് സമയത്ത് കിടക്കാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് വോട്ട് നമ്മൾ അനുമോൾക്കിടാം. അനുമോൾ വീണ്ടും ക്യാമറയ്ക്ക് മുമ്പിൽ പറയുന്നു എനിക്ക് പീരീഡ്സ് ആണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമാണ്. അതാണ് ഈ ഒരു വോയിസ് ക്ലിപ്പിന് താഴെ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നു. അതായത് പറയുന്നത് റന ഫാത്തിമ പൈസ മേടിച്ചിട്ടാണോ ഇങ്ങനെ പറയുന്നത്. എനിക്ക് തോന്നുന്നു പൈസ ഒന്നും മേടിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. പൊന്നുമക്കളെ, ഷാനവാസ് പുറത്തായതിനു ശേഷം എല്ലാവരും കളിയും തമാശയുമായി മുന്നേറുമ്പോൾ
നമ്മുടെ അനീഷ് മാത്രം ബിഗ് ബോസിനോട് ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾ കേൾക്കണം. ഓക്കെ, പ്രതീക്ഷിക്കാണ്ടാണ് ഷാനവാസിന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പം ഇത്ര നേരമായി ഹോസ്പിറ്റലിലേക്ക് പോയിട്ട്, അപ്പം എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഞങ്ങൾക്ക് തരണം ബിഗ് ബോസ്. ഞങ്ങൾക്ക് അതിയായിട്ടുള്ള വിഷമമുണ്ട് ഷാനവാസിൻ്റെ ഈ അവസ്ഥയിൽ. ലൈറ്റ് അണയാറായി, ഞങ്ങൾക്ക് ഒന്നും അറിയാത്ത അവസ്ഥയാണ് ഷാനവാസിനെ കുറിച്ച്. പ്ലീസ് അപ്ഡേറ്റ് തരണം, മെഡിക്കൽ അപ്ഡേറ്റ് ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരണേ ബിഗ് ബോസ്. നന്ദി. നെവിൻ കാരണമാണ് ഷാനവാസിന് അങ്ങനെയൊക്കെ ആയത്. നെവിൻ ഒരു അക്ഷരം പോലും ചോദിച്ചിട്ടില്ല. നെവിൻ എന്തിനു വേണം? അവിടെയുള്ള ഒരു കണ്ടസ്റ്റന്റും ചോദിച്ചിട്ടില്ല. ഇവിടെ നോക്കൂ അനീഷ്, അതായത് എന്തായി ഷാനവാസിന്റെ അവസ്ഥ, ബിഗ് ബോസ് വന്ന് ചോദിക്കുന്നത് അനീഷാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഷാനവാസിന്റെ നിലവിലെ അവസ്ഥ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ, അതായത് ഡിസ്ചാർജ് ആയിട്ടുണ്ട് എന്നാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഷാനവാസ് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ ലാലേട്ടൻ്റെ ഷൂട്ട്, അപ്പോൾ ലാലേട്ടൻ്റെ ഷൂട്ടിൻ്റെ സമയത്താണ് ഈ പറയുന്ന ഷാനവാസ് രണ്ടാമത് വരുന്നത്. ചിലപ്പോൾ ലാലേട്ടൻ്റെ ഒപ്പം കൈ കൊടുത്ത് അങ്ങനെ വരാം, അല്ലെങ്കിൽ ലാലേട്ടൻ ഒരു അതിഥി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയിട്ടുണ്ടാവും. ഏതായാലും ഇന്ന് ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ടുണ്ട്. പക്ഷേ നമുക്കിന്ന് എപ്പിസോഡിലും ലൈവിലും കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നാളെ ലാലേട്ടൻ്റെ ഷൂട്ടിലാണ്, അതായത് ലാലേട്ടൻ വരുമ്പോഴാണ് ഷാനവാസിനെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ. ഓക്കെ പൊന്നുമക്കളെ, വീണ്ടും നമ്മുടെ നെവിൻ വലിയൊരു വിഷയമായി മാറിയിരിക്കുന്നു. എന്താണ് ഇത്തവണ നെവിൻ ചെയ്ത തെറ്റ്? നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് കാണണം. ഓക്കെ, ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നിപ്പോ നമ്മുടെ അനുമോള് അതുപോലെ നൂറ ഇവരൊക്കെ ചേർന്നിട്ട് എന്തോ കഞ്ഞി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് കിച്ചണിൽ കയറിയിട്ട് വെള്ളമോ ഒറ്റയൊക്കെ എടുത്ത് കുക്കറിൽ വെക്കുന്നുണ്ടായിരുന്നു കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെവിനൊക്കെ അവിടേക്ക് വരികയാണേ. നെവിൻ വന്നിട്ട് അതിനകത്ത് കൈയിട്ട് നോക്കുന്നു. ആ ഒരു സമയത്ത് ബിഗ് ബോസ് തന്നെ കൃത്യമായിട്ട് അത് ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എന്തൊരു വൃത്തികേടാണെന്ന് ആലോചിച്ച് നോക്ക്. ഇത് വേറൊരാളാണ് ഇവിടെ ചെയ്തെങ്കിലോ, തൊട്ടടുത്ത് ആര്യനുണ്ട്, അക്ബറുണ്ട്. നമ്മൾ കഴിക്കാൻ പോകുന്ന ഫുഡിൽ ഒരു കയ്യിൽ നെവിന്റെ കയ്യിൽ തുണിയോ മറ്റോ ഒക്കെ ഇരിക്കുകയാണ്. ആ കൈ വാഷ് ചെയ്തിട്ടല്ല ഇതിനകത്ത് ഇട്ട് നോക്കുന്നത്. വേറെ എന്തോ ജോലി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ കിച്ചണിലോട്ട് വന്നിട്ട് ഇവര് കുക്ക് ചെയ്യാനായിട്ട് അടുപ്പിൽ വെച്ചിരുന്ന സാധനത്തിനകത്ത് കൈ ഇട്ട് നോക്കുന്നു. എന്തൊരു വൃത്തികേടാണല്ലേ നെവിൻ. അതായത് നെവിൻ വെറുപ്പിച്ച് കൊല്ലുകയാണ് മക്കളെ. ഞാനൊരു കാര്യം പറയുകയാണ്, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നു, അതായത് നെവിൻ്റെ കയ്യിൽ ഡ്രസ്സ് ഉണ്ട്, എവിടെയോ എന്തോ പണിയെടുത്ത നെവിന് ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രത്തിൽ കൈയിട്ടാൽ എന്താവും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ബോറടിയാണ് നെവിൻ ഈ അടുത്തായിട്ട് കാഴ്ചവെക്കുന്നത്. ഞാൻ പേഴ്സണലി നെവിന് മുമ്പ് വോട്ടിട്ട ഒരാളാണ്. അതായത് 4-5 വീക്കിൽ ഞാൻ നെവിന് വോട്ടിട്ടിരുന്നു മുമ്പ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബോറാണ്. എന്തൊരു വൃത്തികെട്ട ഗെയിമല്ലേ നെവിൻ കളിക്കുന്നത്. പൊന്നുമകളെ, എന്താണ് അനുമോൾ വിഷയത്തിൽ നമ്മുടെ സായി കൃഷ്ണക്ക് പറയാനുള്ളത്? സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, കുതിർന്ന എപ്പിസോഡിൻ്റെ തുടക്കമാണ് നമ്മൾ കണ്ടത്. നമ്മുടെ അനീഷ് പാസം വാരി എറിയായിരുന്നു അനുമോൾക്ക് വേണ്ടിയിട്ട്. സംഗതി ശരിയാണ്. അനീഷ് അത്യാവശ്യം ഇപ്പോൾ ഒരു പാസം ലൈനിലാണ് പിടിച്ചിട്ടുള്ളത്. ഓക്കെ, എല്ലാത്തിനും ഒരു മീഡിയേറ്റർ, ഒരു പാസം, ഒരു ഏട്ടായി, ഈ ലൈനിലാണ് അനീഷ് പോകുന്നത്. അനീഷ് ഈ ലൈനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനീഷിൻ്റെ കാര്യം വളരെ വളരെയധികം കഷ്ടമാവും. ബട്ട് നെഗ് വരില്ല, ഉള്ളത് അവിടെ കിടക്കുന്നല്ലാതെ ഒരു ഫിനാലേക്ക് പോകുന്ന സമയത്ത്, ഒരു ടോപ്പ് 5 പോകുന്ന സമയത്ത് കണ്ടന്റിൻ്റെ ദാരിദ്ര്യം കാരണം നന്മ എന്നുള്ളൊരൊറ്റ പേരിലേക്ക് ചുരുങ്ങി അനീഷിന് വോട്ടിങ്ങിന് പണി വരാൻ ചാൻസ് ഉണ്ട്. പൊന്നുമകളെ, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് മികച്ച രീതിയിൽ ഗെയിം കളിച്ച ഒരു കണ്ടസ്റ്റൻ്റാണ് അനീഷ്. എല്ലാ ദിവസവും ഇഷ്ടം പോലെ കോണ്ടന്റ് കൊടുത്ത ഒരു കണ്ടസ്റ്റൻ്റാണ് അനീഷ്. പക്ഷേ ഈ തവണ അനുമോളുടെ കെണിയിൽ എങ്ങനെയാണ് അനീഷ് വീഴുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി അറിയാത്തത്. അതായത് അനുമോൾ അവിടെ കിടക്കുന്ന പറയുമ്പോൾ അവിടെ കിടന്നോ എന്ന് പറയണം. അതാണ് ബിഗ് ബോസ് വീട്. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് വിഷയങ്ങളൊക്കെ. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഉടനെ ഞാൻ മറ്റൊരു വീഡിയോയുമായി വരാം. ഓക്കെ, ബൈ.